ഇന്ന് ശരിക്കും നമ്മുടെ 33-ാമത്തെ സെഷനാണ്. തുടർച്ചയായ 33 ആഴ്ചകളിൽ 33 വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മൾ സെൽഫായിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള, നമ്മുടെ ഒരു ബെറ്റർ സെൽഫിനെ കണ്ടെത്താനുള്ള വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇനിയൊരു 2 ടൈപ്പ് ഓഫ് പഞ്ചകോശാസ് കൂടി കഴിയുമ്പോൾ ഈ ഒരു പഞ്ചകോശാസ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഒരു സബ്ജക്റ്റ് ആണ്, അത് കഴിയും. അതിനുശേഷം നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് നമ്മൾ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അറിയിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ പഞ്ചകോശാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ അന്നമയ കോശയും പ്രാണമയ കോശയും മനോമയ കോശയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് വിജ്ഞാനമയ കോശ എന്ന് പറയുന്ന ഒരു ലെയറാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആനന്ദമയ കോശ, ദെൻ നമ്മുടെ സോളിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലാസ്റ്റ് 2 ലെയറുകളാണ് ഈ പറഞ്ഞ ആനന്ദമയ കോശയും അതിന് തൊട്ട് പുറകിലായുള്ള വിജ്ഞാനമയ കോശയും. ഓക്കെ, വിജ്ഞാനമയ കോശ എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷിൽ നമുക്ക് ഇന്റലക്ച്വൽ ലെയർ എന്ന് പറയാം. നമ്മുടെ ഇന്റലക്ച്വൽ ലെയർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് മനോമയ കോശമാണെങ്കിൽ അത് മെന്റൽ ലെയർ ആണെങ്കിൽ അവിടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ദെൻ ഈ വിജ്ഞാനമയ കോശ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയാ ഇന്റലക്ച്വൽ ലെയർ. നമ്മളൊരു വിവേകം എന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ, വിവേകപൂർണമായി നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഇൻറ്റ്യൂട്ടീവായിട്ട് ഇന്നർ വോയിസ് വർക്ക് ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു വിജ്ഞാനമയ കോശ എന്ന് പറയുന്ന ആ ഒരു ലെയറിന്റെ ശരിക്കുള്ള ഒരു എന്താ പറയാ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഒരു എന്താ പറയാ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ തെറ്റും ശരിയും നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ പ്ലഷർ ഏതാണ്, ഹാപ്പിനെസ് ഏതാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് ടെമ്പററി പ്ലഷർ കിട്ടും. അപ്പൊ നമ്മൾ അതാണ് സന്തോഷം എന്ന് മനസ്സിലാക്കി അതിൽ നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ആ ഒരു പാത്ത് നമ്മൾ തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുക, ഇത് ടെമ്പററി പ്ലഷർ ആണ്, ഇതല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ശരിക്കുള്ള ഹാപ്പിനെസ്, ജോയ്, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്ന ആ ഒരു ലെയറിനെയാണ് ശരിക്കും ഈ നമ്മുടെ വിജ്ഞാനമയ കോശ എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്കും അതിനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് കുറച്ച് നോക്കിയാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്ന ആ ഒരു ഘടകം, അത് നമുക്ക് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഒരു ഒബ്സർവേഷൻ കറക്റ്റായിട്ട് മാറുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മളൊരു സാക്ഷിഭാവത്തിലാണ് നമ്മളെ കാണേണ്ടത്. നമ്മളെ തന്നെ നമ്മൾ കാണേണ്ടത് എപ്പോഴും ഒരു സാക്ഷിഭാവത്തിൽ, പുറത്തു നിന്ന് ഒരാൾ നോക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഓരോ ഇമോഷൻസിനെയും നമ്മൾ കാണേണ്ടത്. അപ്പൊ ആ ഒരു സാക്ഷിഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ ഈ ഒരു വിജ്ഞാനമയ കോശ എന്ന് പറയുന്ന ലെയർ ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന, ബാലൻസ് ആയി നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുപോലെ നമ്മുടെ വിൽ പവർ വർക്ക് ചെയ്യുന്നത് ഒക്കെ ഈ ഒരു വിജ്ഞാനമയ കോശ ബാലൻസ് ആകുമ്പോഴാണ് ശരിക്കും. ഓക്കെ, നമ്മൾ ശരിക്കും പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് അറിവ് മാത്രമാണ്. അത് വിസ്റ്റമായി മാറുന്ന ഒരു തലമുണ്ട്. നമ്മൾ ജസ്റ്റ് ആദ്യം ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടൊമാറ്റോ നമ്മൾ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു ഇൻഫർമേഷൻ ആണ്, ഓക്കെ, ടൊമാറ്റോ എന്ന് പറയുന്ന ആ ഒരു അതിന്റെ ഫ്രൂട്ടിന്റെ ഇൻഫർമേഷൻ ആണ് നമുക്ക് ആദ്യം വരുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്നത് നോളജ് ആണ്. ഓക്കെ, അതിൻ്റെ കുറെ കാര്യങ്ങൾ, അത് അതിൻ്റെ കുറെ പ്രത്യേകതകൾ, അത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള നോളജ് അതിൽ വരും. ദെൻ അത് വിസ്റ്റമായി മാറുക എന്ന് പറയുന്നത്, അത് നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കുമ്പോഴാണ് അത് വിസ്റ്റമായി മാറുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സിംപ്ലി, അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ വിസ്റ്റം എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ ആ ഒരു ഇൻഫർമേഷനെ നോളജാക്കി ദെൻ വിസ്റ്റമാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ കാര്യത്തിലും. അപ്പൊ ആ ഒരു വിസ്റ്റം എന്ന് പറയുന്ന ലെയർ ശരിക്കും പ്രോസസ് ചെയ്യുന്നത് ഈ ഒരു വിജ്ഞാനമയ കോശ എന്ന് പറയുന്ന ലെയർ ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന ആളുകൾക്കാണ്. അല്ലാത്തവര് ഓരോ കാര്യങ്ങൾക്കും ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് മതിയാക്കുന്നവരുണ്ട്. കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുന്നവർക്ക് നമ്മുടെ എന്താ പറയാ നോളജ് ലെവലിലേക്ക് അത് പ്രോസസ് ചെയ്യാം. കുറച്ചുകൂടി എന്ന് വെച്ചാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹയർ സെൽഫിലേക്ക് ഒരു ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വിസ്റ്റമായിരിക്കും ഉണ്ടായിരിക്കുക എല്ലാ കാര്യങ്ങളിലും. നമുക്ക് തന്നെ അറിയാം അല്ലെ, നമ്മളിപ്പോ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നമുക്കത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് സ്വന്തം കാര്യങ്ങൾ മാത്രം കൊണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരുടെ ആക്ടിവിറ്റീസും അവരുടെ എനർജി ലെവലും അവരുടെ ചിന്ത, അവരുടെ ആ തോട്ട് പാറ്റേണിന് പോലും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതായ അവസ്ഥകളുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം നമുക്ക് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന അറിവുകളോ ആ ഒരു തിയറികളോ മാത്രം മതിയാവില്ല. അത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രോസസ്സ് ചെയ്ത്, ചിലപ്പോൾ ചിലത് നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പൊ അതിനെ എങ്ങനെ അവിടെ പ്രതികരിക്കാം, അവിടെ സൈലൻസ് ആണോ വേണ്ടത്, അതല്ല യുക്തിപരമായ മറുപടി അവർക്ക് കൊടുക്കുകയാണോ വേണ്ടത്, അതല്ല അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണോ വേണ്ടത്, അതല്ല അവിടെ ഫൈറ്റ് ചെയ്യുകയാണോ, അത് ശരിക്കും അതിനൊരു സിമ്പിൾ ആൻസർ ഇല്ലല്ലോ. നമുക്കറിയാം അല്ലെ, ഓരോ സിറ്റുവേഷനും മാറി മാറി വരുന്ന. അപ്പൊ ആ സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് എന്ന് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് ഡിസൈഡ് ചെയ്യാനുള്ളതാണ് ഈ പറഞ്ഞ നമ്മുടെ വിജ്ഞാനമയ കോശം ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ദെൻ ആ വിജ്ഞാനമയ കോശം ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു പോസ് എടുത്ത് നമ്മൾ ആ ഒരു മറ്റുള്ളവരെ നമ്മളെ ക്ഷണിക്കുന്ന ആ ഒരു എന്താ പറയാ വൈകാരികമായ ഒരു ആ ഒരു അതിപ്രസരത്തിലേക്ക് നമ്മൾ പോവാതെ, നമ്മൾ നമ്മുടേതായ ഭാവത്തിലും നമ്മുടേതായ അവസ്ഥയിലും ഇരുന്നുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ലെയറിൽ പറഞ്ഞ ഇമോഷൻസ് വരുന്ന മെന്റൽ ലെയറിൽ നമ്മുടെ ഒരു ആംഗ്രി എന്ന് പറയുന്ന ഒരു ഇമോഷൻ വരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് മെന്റൽ ആ ലെയർ എന്ന് പറയുന്ന മനോമയ കോശം മാത്രം ആക്റ്റീവ് ആകുന്ന വ്യക്തികൾ അവിടെ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ദെൻ വിജ്ഞാനമയ കോശം ആക്ടിവേറ്റ് ആയ വ്യക്തിയാണെങ്കിൽ ആ ഒരു അവയർനെസ് വരുന്നു. യെസ്, ഐ ആം നൗ ആംഗ്രി. എനിക്ക് എന്താ പറയാ കോപം എന്ന് പറയുന്ന ഇമോഷൻ ഇപ്പോൾ വരുന്നു. യെസ്, ഐ നോട്ടീസ് ഇറ്റ്. ആങ്കർ ഇസ് എറൈസിങ് എന്ന് പറഞ്ഞ് ഐ ക്യാൻ ചൂസ് ഹൗ ടു റെസ്പോണ്ട് എന്ന് പറയുന്ന ഒരു ഇന്നർ ഗൈഡൻസ്, ഇന്നർ വോയിസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വിജ്ഞാനമയ കോശ ആക്ടിവേറ്റ് ആകുന്ന അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ വിജ്ഞാനമയ കോശ ആക്ടിവേറ്റ് ആയാൽ അവിടെ രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ദെൻ ഹയർ ഇന്റലിജൻസ് എന്നും ഈഗോ ഐഡന്റിറ്റി എന്നും പറഞ്ഞിട്ട് രണ്ട് തരത്തിലാണ് ഇത് ആക്ടിവേറ്റ് ആവുക. ഓക്കെ, നമ്മൾ പറഞ്ഞു കാര്യങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വിവേചനപൂർവം കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാൻ ഇന്ററാക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അത് തന്നെ ശരിക്കും ഒരു വ്യക്തിക്ക് രണ്ട് തരത്തിൽ അത് ചെയ്യാൻ പറ്റും. ഒന്ന് ഹയർ ഇന്റലിജൻസ്, അതായത് എന്താ പറയാ നല്ല നല്ല ക്വാളിറ്റീസ് ചേർത്തുകൊണ്ട് ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെയുള്ള നല്ല നല്ല ഹയർ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ വരാൻ അവിടെ ഒരു സാധ്യതയുണ്ട്. ദെൻ ഈഗോ ഐഡന്റിറ്റി, രണ്ടും ഈ ഒരു വിജ്ഞാനമയ കോശം തന്നെയാണ്, ആ ഒരു ലെയറിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.
ഈഗോ ഐഡന്റിറ്റി. ഓക്കെ, എനിക്കെല്ലാം അറിയാം, എനിക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഈഗോ ഐഡന്റിറ്റി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു റെസ്പോൺസിൽ വ്യത്യാസം വരും, കാര്യമായ വ്യത്യാസം വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ പ്രൈഡ് അതുപോലെ അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്കുള്ള ഈഗോ ഐഡന്റിറ്റി യൂസ് ചെയ്യാതെ, ജഡ്ജ്മെന്റ് ഇല്ലാതെ നല്ല നല്ല ഇമോഷൻസ് വെച്ചുള്ള റെസ്പോൺസിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ, അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ബാലൻസ്ഡ്, എന്താ പറയാ, ടിപ്പിക്കൽ ആയിട്ടുള്ള വിജ്ഞാനമയ കോശ നമുക്കുണ്ട്, ഇന്റലക്ച്വൽ ലെയർ നമുക്കുണ്ട് എന്ന് പറയാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിന്റെ ആ ഒരു ഇംബാലൻസ് ആയാലുള്ള സയൻസ് ഒന്ന് നോക്കാം. ഈ വിജ്ഞാനമായ കോശ ഇംബാലൻസ് ആയ വ്യക്തികൾക്കാണ് പുവർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക. ഓക്കെ, അവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. ദെൻ അടുത്തതാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ ലൈഫ് ഡയറക്ഷൻ. ജീവിതം എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു കൃത്യമായ ഇന്നർ വോയിസ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ കരിയർ എടുത്ത് നോക്കിയാൽ ഇത് പോണോ, അങ്ങോട്ട് പോണോ, അല്ലെങ്കിൽ ഇത് ചെയ്യണോ, ഉള്ളത് സ്കിപ്പ്, എന്താ പറയാ, ക്വിറ്റ് ചെയ്യണോ, അങ്ങനെ പലതും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥകൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. കാരണം ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ പവർഫുൾ അല്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ, ചില ആളുകൾ പറയാറുണ്ട് അല്ലെ, അവര് നമുക്ക് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്താ പറയാ, അവര് നമുക്ക് വീഴ്ത്താൻ എന്നാ പറയാ, മീൻസ് അവരുടെ ഡിസിഷൻ നമുക്ക് മാറ്റാം, നമ്മൾ എളുപ്പം നമുക്ക് കൺവിൻസ് ചെയ്യാം അവരെ എന്ന് പറയാറുണ്ട്. അത് ഈ ഒരു അവസ്ഥയാണ്. ദെൻ കൺഫ്യൂഷൻ ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് ഇലൂഷൻ. സത്യം ഏതാണ്, ഇലൂഷൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇലൂഷൻ, മിഥ്യാധാരണകളിലേക്ക് കൂടുതലായിട്ട് പോവുക എന്നുള്ളത്. ഓവർ തിങ്കിങ് വിത്തൗട്ട് വിസ്ഡം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിസ്ഡം ലെവലിൽ വർക്ക് ചെയ്യാതെ ഓവർ തിങ്കിങ്ങിലായിട്ട് പോവുക എന്നുള്ള ഒരു പ്രശ്നം ഈ ഒരു ഇംബാലൻസ്ഡ് വിജ്ഞാനമയ കോശയിൽ ഉണ്ടാവും. അതുപോലെ എന്താ പറയാ, ജഡ്ജ് ചെയ്യുക, മറ്റുള്ളവരെ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു വിത്തൗട്ട് ജഡ്ജ്മെന്റ് ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്ത് ഭംഗിയുള്ള ഒരു കാര്യമാണെന്നറിയോ. പക്ഷേ നമ്മൾ എപ്പോഴും ആ ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത് ഈ ഒരു വിജ്ഞാനമയ കോശ ബാലൻസ്ഡ് ആവാത്തത് കൊണ്ടാണ്. നമുക്ക് അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് റിലേഷൻസ്, നമ്മുടെ ഡീലിങ്സ് എല്ലാം നല്ല ഭംഗിയാക്കാൻ കഴിയുന്നില്ല. ദെൻ അടുത്ത ഒരു പ്രശ്നമാണ് സ്ട്രോങ് ഈഗോ ഐഡന്റിറ്റി. എപ്പോഴും ആ ഒരു ഈഗോ ഐഡന്റിറ്റിയിലായിരിക്കും ആള്. എന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോ തന്നെ എപ്പോഴും സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും എല്ലാവരും. ഇന്ന ആള് ഈഗോ ഐഡന്റിറ്റി ഉള്ള ആളാണ്. സോ ആ ഗ്രൂപ്പ് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഈ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ആ ഒരു ഒത്തൊരുമയ്ക്കൊക്കെ തടസ്സമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഇതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഐ ആം റൈറ്റ് എന്ന് എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞാനാണ് ശരി. നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നൊക്കെ പറയുന്ന പഴമക്കാർ പറയുന്ന ആ ഒരു ക്യാരക്ടർ. ദെൻ അടുത്ത ഒരു ഇതാണ് സ്പിരിച്വൽ അറോഗൻസ്. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു മോറൽ സൈഡ് എപ്പോഴും ഇവർക്ക് വീക്കായിരിക്കും. ഒരു മോറൽ സൈഡ് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ ഇവർക്ക് കിട്ടാതെ വരും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇവരുടെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റും കൂടി ജസ്റ്റ് പറയാം, എന്നിട്ട് നമുക്ക് മറ്റ് ഡിസ്കഷനിലേക്ക് പോയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവുക. ഡീപ്പ് ഇന്നർ ക്ലാരിറ്റി ആണ് ഒന്നാമത്തെ ക്വാളിറ്റി. നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ഇന്നർ ക്ലാരിറ്റി നല്ല കൃത്യമായിരിക്കും എല്ലാ വിഷയങ്ങളും. സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ആയിരിക്കും. ഇപ്പം ചില ആളുകൾ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശക്തമായിട്ട് പ്രേരിപ്പിച്ചാൽ പോലും നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരും, വേണ്ട,
ഇത് നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് ഉള്ളിൽ നിന്ന് വരും. ദെൻ അത് കറക്റ്റും ആയിരിക്കും. നമ്മൾ ആ ഒരു കിട്ടിയ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പിന്നീട് നമുക്കത് മനസ്സിലാക്കാനും കഴിയും. ആ ഒരു ആക്ടിവിറ്റി നമ്മൾ പോകാഞ്ഞത് നന്നായിട്ടുണ്ട് എന്നുള്ള. ദെൻ അത് അതാണ് എൻ്റെ ഒരു ബാലൻസ്ഡ് ആയുള്ള ഒരു ഗുണം. ദെൻ മറ്റൊരു ഗുണമാണ് വൈസ് ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിംഗ് ഈ ബാലൻസ് ആകുമ്പോഴത്തേക്ക് കൃത്യമായ വിസ്റ്റം ഉപയോഗിച്ചുള്ള നല്ല ശരിയായ ഡിസിഷൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ മറ്റൊന്നാണ് ഡിറ്റാച്ച്മെന്റ് വിത്ത് കമ്പാഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റുള്ള കാര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ദെൻ വിജ്ഞാനമായ കോശ ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിറ്റാച്ച്മെന്റ് ആണ് എന്ന് വെച്ചാൽ അതൊരു ഒരു ക്ലാഷോ ഒരു ഫൈറ്റോ ബോക്സിങ്ങോ ഒന്നുമല്ല. വിത്ത് കമ്പാഷൻ തന്നെ എല്ലാവരോടുമുള്ള സ്നേഹവും ബന്ധങ്ങളും എല്ലാം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്, ഞാൻ ഓവർ അറ്റാച്ച്ഡ് അല്ല, ഞാൻ എൻ്റെ പീസും എൻ്റെ സന്തോഷവും കണ്ടെത്താൻ എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ഡിറ്റാച്ച്ഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളത്. ദെൻ ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷിഭാവത്തിൽ ഓരോ ഇമോഷൻസിനെയും ചിന്തകളെ അടക്കം കാണാൻ കഴിയുക, എബിലിറ്റി ടു ഒബ്സർവ് തോട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ലെസ് ഇമോഷണൽ റിയാക്ടിവിറ്റി, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക, കൃത്യമായ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ഒരു ക്വാളിറ്റി. ദെൻ മറ്റൊന്നാണ് അലൈൻമെന്റ് വിത്ത് ട്രൂത്ത്. സത്യമായിട്ട് എപ്പോഴും അലൈൻഡ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇലൂഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കെട്ടിക്കിടക്കാതെ കൃത്യമായ ട്രൂത്ത് എവിടാണോ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ദെൻ ആ ഒരു ഇന്നർ ഗൈഡൻസ് ശക്തമായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിച്ച് നമ്മളെ ഒരു തെറ്റായ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയാത്തത്രയും നമ്മൾ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വിജ്ഞാനമായ കോശ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും നല്ല അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഐ ആം എൻലൈറ്റഡ്, ഐ ആം ഗൈഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നല്ല അഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ സെൽഫ് എൻക്വയറി നമ്മളെപ്പോഴും സ്വന്തമായിട്ട് ഒരു റിവ്യൂ ഒക്കെ നടത്തി നോക്കുക. നമ്മൾ ശരിക്കുള്ള നമ്മുടെ ഒരു ട്രൂ സെൽഫ് എന്താണ്. ഇപ്പൊ ചില ആളുകൾ നമ്മളെ വളരെ സ്ട്രോങ് ആയിട്ട് വിമർശിക്കാറുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസുകളിൽ. ദെൻ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് പറയാറില്ല, ഇവർ പറയുന്ന ഒന്നല്ല അതിന്റെ ട്രൂത്ത്, ഐ നോ അബൌട്ട് മൈ സെൽഫ് എന്ന് നമുക്കൊരു ഇന്നർ വോയിസ് വരാറുണ്ട്. അതാണ് ആ പറഞ്ഞ സംഭവം. അപ്പൊ അത് എപ്പോഴും നമ്മൾ ഒരു സ്ട്രോങ് കണക്ഷൻ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ മെന്റലി ഡൗൺ ആക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ അതിൻ്റെ ഇലൂഷൻ ആണോ അല്ലെങ്കിൽ ട്രൂത്ത് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം നോക്കി അതിലൊരു ആദ്യമൊക്കെ നമ്മൾ സമയമെടുത്ത് ചെയ്താലും പിന്നീട് നമുക്കത് ആക്ടിവേറ്റ് ആകുന്ന ഒരു സമയത്ത് നമുക്ക് ആ കൃത്യസമയത്ത് തന്നെ ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ബോഡി സെൻസേഷൻസിന്റെ മെഡിറ്റേഷൻസ് എടുക്കാം, അല്ലെങ്കിൽ തോട്ട്സ്. നമുക്കിപ്പം ഗൈഡഡ് ആയിട്ട് മെഡിറ്റേഷൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഒരു മീ ടൈം എടുത്തിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ തോട്ട്സ് വാച്ച് ചെയ്തുകൊണ്ട് ശീലിക്കാം. ഓരോ തോട്ട്സും വരുന്നത് വാച്ച് ചെയ്ത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, അതിനെ പോകാൻ അനുവദിക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് ശീലിക്കുക. അപ്പൊ നമുക്കൊരു ആ ഒരു വിജ്ഞാനമായ കോശ എന്ന് പറയുന്ന ആ ലെയർ നമുക്ക് സ്ട്രോങ് ആക്കി നമുക്ക് ഇത്തരം ക്വാളിറ്റീസ് നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ ബ്രെത്ത് വർക്കുകൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ തന്നെ
ഇതിലും ബ്രത്ത് വർക്കുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അത് ആ ഒരു പ്രാക്ടീസുകൾ ഇതിനെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആക്കി തരും. പിന്നെ മറ്റൊരു പ്രാക്ടീസ് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ ജേർണലിംഗ് ചെയ്യുക. നമുക്ക് ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ശരിക്കും ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്നുകിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തെടുക്കുക. എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെ ആയിരുന്നു ഞാൻ പെരുമാറേണ്ടത്, നമ്മുടെ ആ ഒരു ബിഹേവിയറിൽ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് റിവ്യൂ ചെയ്യുക. എങ്ങനെ ആയിരുന്നു ശരിക്കും വേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ഒരു ക്ലാരിറ്റി വന്നു. ഇനി അഥവാ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ നമ്മൾ അത് എഴുതുക, ജേർണലിംഗ് ആക്കുക. ദെൻ എന്താ ഗുണം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇതുപോലെ സെയിം സിറ്റുവേഷൻ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ആയി എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ എന്താ പറയാ, നമ്മൾ നമ്മുടേതായ മീ ടൈം എടുത്തിട്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്ത് എവറി ടൈം നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശീലിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പെട്ടെന്ന് സിറ്റുവേഷൻസ് ഇങ്ങനെ മാറിയാലും നമ്മൾ പറയുന്നുണ്ടല്ലേ, മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ ഒരു ലെയർ ആക്ടിവേറ്റ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് എന്നുള്ളത്. സോ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ എപ്പോഴാണോ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഡീൽ ചെയ്യേണ്ടി വരുന്നത്, അപ്പൊ നമ്മുടെ ആ ഒരു ഇന്റലക്ച്വൽ ലെയർ നിന്ന് കൃത്യമായി നമുക്ക് ഡിസിഷൻസ് വരികയും ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വലിയ ഡീപ്പായിട്ടുള്ള വിഷയമാണ്, എങ്കിലും നമ്മൾ ആ ഒരു ചാർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം, ഡിസ്കഷൻസ് ചെയ്യാം. നമുക്ക് ഒരു കുറഞ്ഞ സമയം കൂടിയുണ്ട്, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഓൾ ബ്യൂട്ടിഫുൾ സോൾസ്. ഓവർ ടു യു. യെസ്, അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഡിസ്കഷൻ പറയാം, എന്തെങ്കിലും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. ഹലോ, യെസ്. കേൾക്കാമോ? യെസ് യെസ്, സോന മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ നല്ല ടോപ്പിക് ആയിരുന്നു. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് വിജ്ഞാനമായ കോശ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. സോ പിന്നെ അതിന് രണ്ട് പാർട്ട് ഉണ്ടെന്നും ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. ഈഗോ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി, അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാകുന്നത്. അല്ലാതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രം നമുക്കത് കിട്ടത്തില്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, കാരണം നമുക്കിപ്പോ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യണം. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ആലോചിച്ച ശേഷം മറുപടി പറയാം എന്നുള്ള ഒരു ടൈം കിട്ടത്തില്ല. വളരെ സെക്കൻഡ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ആ ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴാണ് നമുക്കത് ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. സോ വളരെ നല്ല ടോപ്പിക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു അനസ് സർ. താങ്ക് യു സോ മച്ച് സോന മാം ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ശരിയാണ് ആ പറഞ്ഞത്. ശരിക്കും ഇതൊരു, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചകോശാസ് ഇന്റർ കണക്റ്റഡ് ആണ്. ആദ്യം നമ്മൾ ഫിസിക്കൽ ലെയറിൽ വർക്ക് ചെയ്ത് അത് ഓക്കെ ആയി ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെയറിലേക്ക് അത് ബാലൻസ് ആക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ദെൻ ആ ഒരു പ്രാണമയ കോശമാണ് നെക്സ്റ്റ് വരുന്നത്. അത് ബാലൻസ്ഡ് ആകുമ്പോഴാണ് നമ്മുടെ മെന്റൽ ലെയർ, മനോമയ കോശ, ഇമോഷൻസ് സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ആ ഒരു ലെയർ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അതും ബാലൻസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് വിജ്ഞാനമയ കോശ ബാലൻസ്ഡ് ആക്കാനുള്ള ഒരു പ്രാക്ടീസ്. മീൻസ് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്ന് മാത്രം ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ സോന മാം പറഞ്ഞ ആ ഒരു
ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ ഒരു നല്ല ക്വാളിറ്റിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതെല്ലാം ഒരു കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വരണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത സെഷനിൽ ആനന്ദമയ കോശമാണ്. ഇത് ലാസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് നിയർ ടു അവർ സോൾ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് ആനന്ദമയ കോശ ഒരിക്കലും ഈ പറഞ്ഞ മുമ്പിലുള്ള ലെയറുകൾ ഒക്കെ ആക്കാതെ അതിലേക്ക് നമുക്ക് കടക്കാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പ്രാക്ടീസുകൾ ഫ്രം ദ റൂട്ട്, ഒരു ബോഡി മെയിൻ്റനൻസ്, അതിൻ്റെ ഒരു ഡെയിലി ഹാബിറ്റ്സ്, ഇൻടേക്സ് മുട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞ കാര്യങ്ങൾ അടക്കം എല്ലാം കൃത്യമായി ചെയ്തു വന്നാൽ നമുക്ക് ഈ ഒരു നല്ലൊരു ട്രാൻസ്ഫോംഡ് സ്റ്റേറ്റിൽ എത്താം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്ത് അടുത്ത വീക്കിൽ കാണാം. സാർ താങ്ക് യു ഫോർ ദ നിഷാദ്, സെഷൻ. താങ്ക് യു. ഞാൻ ക്ലാസ്സിൽ കയറാറുണ്ടെങ്കിലും ഫിനിഷ് ആയിട്ട് കേൾക്കാറില്ല. ഇനിയിപ്പോ എന്തായാലും സാറിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇന്നൊന്ന് കേൾക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ. താങ്ക് യു ഫോർ ദ സെഷൻ. താങ്ക് യു സോ മച്ച് നിഷാദ് സാർ. സാറിനെ ഞാൻ കാണാറുണ്ട്. സാറ് ഇന്നാണ് ഫുൾ അല്ലെ ത്രൂ ഔട്ട് സെഷനിൽ ഇരുന്നത്. ഓക്കെ, എല്ലാ സെഷന്റെയും റെക്കോർഡിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, കാണാം. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.